എല്ലാവർക്കും നമസ്കാരം. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഒരു ഗൂഗിൾ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. അതായത് ഒരു ജിമെയിൽ അക്കൗണ്ട്. പിന്നെ നമ്മളെല്ലാവരും സ്മാർട്ട് ഫോണൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അത് ഉപയോഗിച്ച് തുടങ്ങണമെങ്കിൽ തന്നെ ഒരു ഗൂഗിൾ അക്കൗണ്ട് ആവശ്യമാണ്. അപ്പോൾ വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ബ്രൗസർ ആയിക്കോട്ടെ അത് ഓപ്പൺ ചെയ്യാം. ഇപ്പം അതിന് ശേഷം റൈറ്റ് സൈഡ് ടോപ്പിലായിട്ട് കണ്ടോ ജിമെയിലിന് കാണില്ലേ? അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ജിമെയിലിന് ടൈപ്പ് ചെയ്തു, gmail.com അടിച്ചിട്ട് ഞാൻ എൻ്റർ അടിക്കുകയാണ്. ഇവിടെ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡിൽ മോൾ ഭാഗത്തായിട്ട് ഒരു ബട്ടൺ കണ്ടില്ലേ, ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്, അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത പേജിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഇവിടെയാണ് നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ നെയിമാണ് ചോദിക്കുന്നത്. എൻ്റെ പേര് ഞാൻ ടൈപ്പ് ചെയ്തു. സെക്കൻഡ് കോളം ലാസ്റ്റ് നെയിം. നിങ്ങൾ ഇനിഷ്യലോ വീട്ടുപേരോ അതുപോലെ തന്നെ സ്ഥലപ്പേരോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെച്ചാൽ കൊടുക്കാം. അപ്പം ഞാനിവിടെ എൻ്റെ ചാനലിൻ്റെ പേരോ കൊടുക്കണേ. ഓക്കെ, ഈ കോളത്തിലാണ് നമ്മൾ ജിമെയിൽ ഐ ഡി കൊടുക്കാനുള്ളത്. നമ്മൾ ജിമെയിൽ ഐ ഡി എങ്ങനെ വേണമെന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്തിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇവർ കുറച്ച് സജഷൻസ് ഒക്കെ തന്നിട്ടുണ്ട് കണ്ടോ. ഗ്രാഫിക്സ് ബെനോ, അതുപോലെ ബെനോഗ്രാഫിക്സ് 688 എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. ഒന്നുകിൽ ഇതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരിനനുസരിച്ചുള്ള കുറച്ച് ഇവിടെ കാണിക്കും. അപ്പോൾ ഒന്നുകിൽ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും അല്ല നമുക്ക് വേണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് അവൈലബിൾ ആണെങ്കിൽ ഇപ്പോൾ കാണിക്കും. ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തു. അപ്പോൾ ഈ യൂസർ നെയിം ഓൾറെഡി ടേക്കൺ എന്നാണ് കാണിക്കുന്നത്. ട്രൈ ആണത്. അപ്പോൾ ഇതിന് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും GFX കൊടുക്കും. ഇത് കണ്ടോ, ഇത് അവൈലബിൾ ആണ് കണ്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ജിമെയിൽ ഐ ഡി, benografix@gmail.com. ഇത് നമ്മൾ മറക്കാതിരിക്കുക. ഇനി അതിനുശേഷം നമുക്കൊരു പാസ്വേഡ് കൊടുക്കേണ്ടതുണ്ട്. പാസ്വേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് എപ്പോഴും കൊടുക്കുക. അതായത് ക്യാപിറ്റൽ ലെറ്ററും അതുപോലെ തന്നെ സിമ്പിൾസ് ഒക്കെ വരുന്ന രീതിക്കുള്ള ഇത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പം ഞാനിവിടെ പക്ഷെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. ഇത് കൊടുത്തു, കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്തു, സെയിം തന്നെ. ഓക്കെ, ഞാൻ നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, അടുത്ത പേജിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഇവിടെയാണ് നമ്മളെ ഫോൺ നമ്പർ കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഓപ്ഷണലിലൊക്കെയാണ് കാണിക്കുന്നത്, എങ്കിലും നമുക്ക് ഫോൺ നമ്പർ ഇതിൽ ആവശ്യമാണ്. അപ്പോൾ അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ കോളത്തിൽ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് ചിലപ്പോൾ ഒരു വെരിഫിക്കേഷൻ കോഡ്, നമ്മൾ ഒരു OTP ഫോണിലേക്ക് വരും. പിന്നെ താഴത്തുള്ള കോളം എന്ന് പറയുന്നത് റിക്കവറി ഇമെയിൽ അഡ്രസ്സ്. അതായത് നമുക്ക് ഇപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന ഇമെയിൽ എങ്ങനെ നഷ്ടപ്പെടുകയാണെങ്കിൽ അത് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇമെയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഇമെയിൽ ഉണ്ടെങ്കിൽ അതിവിടെ കൊടുക്കാം. താഴത്ത് ഉള്ളത് ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ കൊടുക്കുകയാണ്. അതിനുശേഷം ജെൻഡർ, നെക്സ്റ്റ് അടിച്ചു. ഓക്കെ, ഇത് ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ സെൻഡ് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ ഫോണിലേക്ക് വന്നിട്ടുള്ള OTP എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വെരിഫൈ. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം താഴത്തേക്ക് വരിക. ഇവിടെ ഒരു എഗ്രി കാണാം. ഐ എഗ്രി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ പുതുതായിട്ടൊരു ID ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഐഡിയും പാസ്വേഡും. പാസ്വേഡൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോൾ നോക്കിയാലും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നോട്ട് പാഡിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബുക്കിലോ എഴുതി വെക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കണം.
ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെയും കൂടുതൽ നല്ല വീഡിയോസ് ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.